പേഷ്യൻസ് ഡിസൈഡ് ബിഫോർ ദേ കൺസൾട്ട്. അതെ, ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നതിന് മുൻപ് തന്നെ അവർ തീരുമാനിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഡോക്ടറിനെ ഞാൻ എന്തിന് കാണണം, ആ ഡോക്ടർ ആരാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിനെ കാണേണ്ടത് എന്ന് ആ പേഷ്യൻ്റ് മുൻകൂട്ടി തന്നെ ചിന്തിക്കുന്നുണ്ട്. 2, ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് സ്പേസ്. ആ ഒരു പേഷ്യൻ്റ് വന്നാൽ എവിടെയാണ് കാണുന്നത്, എപ്പോഴാണ് കാണുന്നത്, എങ്ങനെയാണ് കാണുന്നത്, ക്യൂ ഉണ്ടോ, ഇരിക്കേണ്ട സ്പേസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ആ പേഷ്യൻ്റ് ബോധേഡാണ്. അപ്പോൾ നല്ല സൗകര്യത്തിൽ അവർക്ക് കംഫർട്ടബിൾ ആക്കി കിട്ടിയാൽ അവർ കുറച്ചുകൂടി ആ ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. 3, കാം ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഈ ഡോക്ടർ വളരെ ശാന്തമായി സ്വസ്ഥമായിട്ടിരുന്ന് ആ പേഷ്യൻറ്റിനെ കേൾക്കുന്നുണ്ടോ, വളരെ റഷായിട്ട് തെറുതി പിടിച്ച് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് കേട്ട് പോവുകയാണോ, അതല്ല ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് കേട്ട് മനസ്സിലാക്കി അവർക്ക് സമയം കൊടുത്ത് ആണോ കാണുന്നത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ടും അത് പേഷ്യൻറ്റിൻ്റെ ഉള്ളിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ ട്രസ്റ്റാണ് ശരിക്കും പേഷ്യൻസിനെ തിരിച്ചു വരാനായി പ്രേരിപ്പിക്കുന്ന ഏറ്റവും മുൻപന്തിയിലുള്ള ഘടകമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.